ഹലോ ഫ്രണ്ട്സ്, ഞാൻ വിഷ്ണുദാസ്. വെൽക്കം ടു മിസ്റ്റർ റൈറ്റർ. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്തമായതും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതുമായ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങൾ കൂടി നമ്മൾ നടന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇന്ന് തൊട്ടടുത്തുള്ള കട വരെ പോകുന്നതിന് നമ്മൾ 2 വീലറിനെയും 4 വീലറിനെയും ആശ്രയിച്ചിരിക്കുന്നു. നടത്തം എന്ന ശീലം നമ്മൾ എല്ലാവരും മറന്നിരിക്കുകയാണ്. ഈ ശീലം തിരിച്ചു കൊണ്ടുവരുന്നതോടൊപ്പം ആരോഗ്യവും കുറച്ച് പോയിന്റ്സും കിട്ടിയാൽ ആ പോയിന്റ്സ് ഉപയോഗിച്ച് നമുക്കൊരു ഐഫോൺ വരെ വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ അത്തരത്തിലൊരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പം നടക്കാൻ റെഡിയല്ലേ? ആപ്പിൻ്റെ പേരാണ് സ്റ്റെപ്പ് ഗോ. SSG എന്നാണ് അതിൻ്റെ ഐക്കൺ, പ്ലേ സ്റ്റോർ ഐക്കൺ. ഞാൻ എൻ്റെ പേഴ്സണൽ മൊബൈലിൽ നിന്ന് ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഈ മൊബൈലിലെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതേ ലിങ്ക് ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 രീതിയിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആയെന്ന് തന്നെ ചോദിക്കുന്നത്. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഗൂഗിളാണ്. അതായത് ഈ ഫോണിൽ ഓൾറെഡി ഉപയോഗിച്ചിരുന്ന ഇമെയിൽ ID വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോഗിൻ ചെയ്യാം. പിന്നെ ഉള്ളത് ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ട്. മൂന്നാമത്തെ രീതിയാണ് സൈനപ്പ്. നമ്മൾ ആ രീതിയിലൂടെയാണ് പോകുന്നത്. അതാകുമ്പോൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നതാണ്. സൈനപ്പ് ക്ലിക്ക് ചെയ്ത പാടെ ആദ്യം വരുന്നത് നമ്മുടെ പേര് ചോദിക്കുകയാണ്. പേര് എൻ്റർ ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അടുത്തത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപ്പോൾ ഒരു OTP വരും. അത് എൻ്റർ ചെയ്തതിന് ശേഷം അടുത്തത് വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ റെഫറൽ കോഡ് അവിടെ വരുന്നതാണ്. റെഫറൽ കോഡ് അടിക്കാനുള്ള ഇതാണ് കാണിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ വരുന്നത് പിന്നെ ഇമെയിൽ അഡ്രസ്സാണ്. ഇമെയിൽ ID എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് ഫിനിഷ് കൊടുത്തതിന് ശേഷം അടുത്ത സ്ക്രീൻ വരുന്നത് കുറച്ച് ഡീറ്റെയിൽസ്, നമ്മളെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആണാണോ പെണ്ണാണോ, ഹൈറ്റ് ആൻഡ് വെയ്റ്റ്, ഇത് 3 ചോദിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് ചോദിക്കുന്നത് യൂസർ നെയിമാണ്. അതായത് നമ്മുടെ ഈ ആപ്പിൽ നമ്മുടെ പേര് എങ്ങനെ എഴുതി കാട്ടണം എന്നുള്ളതാണ് യൂസർ നെയിം. അത് നമുക്ക് ഓൾറെഡി ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കിയിട്ട് നെക്സ്റ്റ് അടിക്കുക. അത് അടിച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് കൊണ്ട് ഡീറ്റെയിൽസ് കാണിക്കുക. അതായത് പോയിന്റ്സ് എങ്ങനെ കിട്ടുന്നു, എല്ലാ രീതിയും അത് ജസ്റ്റ് ഒരു ഓരോ സ്ക്രീനായിട്ട് കാണിക്കും. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് ഈ ആപ്പിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് അടിച്ച് കാണിക്കുന്നത് ഗൂഗിൾ ഫിറ്റ് ആപ്പിനെ കുറിച്ചാണ്. അതായത് ഈ ഗൂഗിൾ ഫിറ്റ് ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ആപ്പ് സ്റ്റെപ്സ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. അത് ഓൾറെഡി നമ്മുടെ ഫോണിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിരിക്കും. ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ഫിറ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഈ മൊബൈലിൻ്റെ ലൊക്കേഷൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ ഓൺ അല്ലെങ്കിൽ ഈ ആപ്പ് ചോദിക്കുന്നത് ലൊക്കേഷൻ ഓൺ ചെയ്യാനുള്ള പെർമിഷനാണ്. കാരണം നമ്മുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇത് നടത്താൻ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ലൊക്കേഷൻ ഓൺ ചെയ്തിരിക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്പ് നമ്മൾ നടക്കുന്നത് എടുത്തോളും. അപ്പോൾ ലൊക്കേഷൻ്റെ സെറ്റിങ്സ് ഓൺ ചെയ്ത് വിടുക. അടുത്ത് നെക്സ്റ്റ് അടിക്കുക. വീണ്ടും കുറച്ച് ഡീറ്റെയിൽസ് ആണ് SSGയുടെ, അത് ഞാൻ പറയുന്നത്. അതിൽ വെച്ച് നെക്സ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യുക. ആ ഫുൾ സ്ക്രീനുകൾ നെക്സ്റ്റ് അടിച്ച് വിടുക. അതിനുശേഷം പിന്നെ വയ്ക്കുന്നത് ആപ്പിൻ്റെ ഹോം സ്ക്രീൻ വരും. അപ്പോൾ അതിൽ കാണിക്കുന്നത് ഒരു ആക്ഷൻ റിക്വയർഡ് എന്ന് പറഞ്ഞൊരു സ്ക്രീൻ വരും. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഫോണിൽ ബാറ്ററി ഏറ്റവും കൂടുതൽ ചാർജ് വെക്കാൻ വേണ്ടിയിട്ട് ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് പല ആപ്പുകളെയും റെസ്ട്രിക്റ്റ് ചെയ്യും യൂസേജ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ യൂസേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നടത്തം ട്രാക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ആപ്പ് എപ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യാനുള്ളത് റെസ്ട്രിക്ഷൻ ഓൾറെഡി മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട്. ആ റെസ്ട്രിക്ഷൻ നമ്മൾ ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ക്രീൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അൺറെസ്ട്രിക്റ്റ് ചെയ്യാന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പറഞ്ഞുതരാം. അതായത് സെറ്റിങ്സിൽ പോയിട്ട് ബാറ്ററി മാനേജ്മെൻറ്റിൽ ഉണ്ടാവും. ബാറ്ററി മാനേജ്മെൻറ്റിൽ ഈ ആപ്പ് അൺറെസ്ട്രിക്റ്റഡ്, അതായത് എല്ലാം കൊടുക്കുക. അപ്പോൾ ഈ ആപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നു. അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടി വരും. ആപ്പ് എല്ലാ ദിവസവും നമ്മൾ ചിലപ്പോൾ ദിവസം മറന്നു കഴിഞ്ഞാൽ നമ്മളെ നടത്തുന്നത് വേസ്റ്റ് ആയി പോരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ റെസ്ട്രിക്ഷൻ നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ആപ്പിൻ്റെ ബേസിക് രജിസ്ട്രേഷൻ പ്രോസസ്സുകൾ. പിന്നെ എന്തൊക്കെയാണ് ഈ ആപ്പ് വർക്ക് ചെയ്യാനുള്ളത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വിശദമായിട്ട് ഈ ആപ്പിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. രജിസ്ട്രേഷന് ശേഷം ആദ്യമായി വരുന്നത് മെയിനായിട്ട് ഹോം സ്ക്രീനാണ്. അതിനുശേഷം അടിയിൽ 5 ടാബുകളുണ്ട്. ഹോം, ഫ്രണ്ട്സ്, ബസാർ, അറീന, പ്രൊഫൈൽ, എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് എന്നുള്ളത്. അതിനു മുമ്പ് ഇതിൽ എങ്ങനെയാണ് പോയിൻറ്റ്സ് നേടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ രീതിയിലാണ് നേടുന്നതെന്ന് പറഞ്ഞുതരാം. ഓരോ 1000 സ്റ്റെപ്പ് നടക്കുമ്പോഴും നമുക്ക് 1 പോയിൻ്റ് വെച്ച് കിട്ടും. അത് വീടിനകത്താണെങ്കിൽ, പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൊബൈലിൻ്റെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം. മൊബൈൽ പോക്കറ്റിലോ കയ്യിലോ ഉണ്ടായിരിക്കണം. ഗൂഗിളിൻ്റെ അതായത് ഡിവൈസുകൾ എന്തെങ്കിലും, അതായത് MI ബാൻഡോ അതായത് ഫിറ്റ്നസ് ബാൻഡുകൾ എന്തോ ഉണ്ടെങ്കിലും ഇതിൽ ട്രാക്ക് ആവുകയില്ല. മൊബൈൽ കയ്യിലുണ്ടായിരിക്കണം. അതാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള അപ്ഡേഷൻ. ഇതുവരെ ട്രാക്കറൊക്കെ ഫ്യൂച്ചറിൽ വരുമായിരിക്കും. കറൻ്റ്ലി 1000 സ്റ്റെപ്പ് വീടിൻ്റെ ഉള്ളിൽ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 സ്റ്റെപ്പിന് 1 പോയിൻറ്റും. ഇപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത കടയിലേക്കോ അടുത്തുള്ള കവലയിലേക്കോ നടന്നു പോവുകയാണെങ്കിൽ ഓരോ 800 സ്റ്റെപ്പിനും നിങ്ങൾക്ക് 1 പോയിൻ്റ് വെച്ച് കിട്ടുന്നതാണ്. അതാണ് ഒരു രീതി. മെയിൻ രീതി എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് പോയിൻറ്റ്സ് കിട്ടുന്നതാണ് മെയിൻ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഡെയിലി റിവാർഡ്സാണ്. അതായത് ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം 4 റിവാർഡ്സ് ഡെയിലി കിട്ടുന്നതാണ്. അതായത് 4 ആഡ്സ് കണ്ടാൽ മതി. അതായത് ഇപ്പോൾ ഡെയിലി ഒരെണ്ണം ഓൾറെഡി ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് പർപ്പസിന് വേണ്ടി കണ്ടു നോക്കി.
ഇനി അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഒരെണ്ണം എടുത്തു, അതാണ് ടിക്ക് കാണിക്കുന്നത്. രണ്ടാമത് ആക്ടിവേറ്റ് ആയി കിടപ്പുണ്ട്. ഗെറ്റ് റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആഡ് വരും, അതൊരു 15 സെക്കൻഡ് ആഡ് ആയിരിക്കാം. അത് ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞു. പിന്നെ അത് അടുത്ത് 15 മിനിറ്റ് കഴിയുമ്പോഴാണ് അടുത്ത ആഡ് വരുന്നത്. ഇപ്പോൾ ഹോമിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ 2 റിവാർഡ്സ് എടുത്തു, മൊത്തം 3 കോയിൻസായി. ഇതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി എങ്ങനെയാണ് പോയിൻറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴാണ്. ഓരോ ഫ്രണ്ട്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് 5 SSG കോയിൻസ് കിട്ടും. അതായത് ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ഫ്രണ്ട്സ് 5000 സ്റ്റെപ്സ് നടന്നുകൊണ്ട് 5 പോയിൻറ്റ്സ് അവർ നേടുമ്പോഴാണ് 5 പോയിൻറ്റ് നമുക്കും ക്രെഡിറ്റ് ആവുന്നത്. അത് ഞാൻ എൻ്റെ പേഴ്സണൽ മൊബൈലിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓൾറെഡി കുറേ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് എങ്ങനെയൊക്കെ പോയിൻറ്റ്സ് നേടിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നാലാമത്തെ രീതി എന്ന് പറയുന്നത് അരീന. അതായത് ഓരോ ചാലഞ്ചസ് ആണ്. 1 ഡേ ചാലഞ്ച്, ഒരു ദിവസം ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ 10,000 സ്റ്റെപ്സ് നടന്നാൽ നിങ്ങൾക്ക് 15 പോയിൻറ്റ്സ് കിട്ടും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ 7 ദിവസം ചാലഞ്ചാണ്. അതായത് ആക്ടിവേറ്റ് ചെയ്ത് 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 80,000 സ്റ്റെപ്പ് നടന്നാൽ 20 പോയിൻറ്റ് കിട്ടും. എനിക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ആക്ടിവേറ്റ് ആണ്. പിന്നെ ഉള്ളത് 30 ഡേയ്സ് ചാലഞ്ചാണ്. 30 ഡേയ്സ് ചാലഞ്ചിൽ നിങ്ങൾ ഏകദേശം 2.5 ലക്ഷം സ്റ്റെപ്സ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. സോ ഇതാണ് നാലാമത്തെ രീതി. ഇനി ഞാൻ എൻ്റെ പേഴ്സണൽ മൊബൈലിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പോയിൻറ്റ്സ് നേടാമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിൽ ലെവൽസിനെ കുറിച്ചും ഞാൻ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്തൊക്കെയാണ് ലെവൽസ്, എങ്ങനെയൊക്കെയാണ് പോയിൻറ്റ്സ്, എല്ലാം ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ജസ്റ്റ് എ മിനിറ്റ്. സോ ഇതാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്ത് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് രാത്രി 1:45-നാണ്. മറ്റു സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കാനാണ് ഞാനത് ചെയ്തത്. 216 സ്റ്റെപ്സ് നടന്നു, 23 പോയിൻറ്റ്സ് നേടിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ലെവൽ 2-ലാണ്. എൻ്റെ ബാർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം 10 പോയിൻറ്റ്സ് ഉണ്ട്. ലെവൽ 1-ലാണ് നിങ്ങൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലെവൽ 1-ലായിരിക്കും. ലെവൽ 1-ൽ നിങ്ങൾക്ക് മാക്സിമം 5 പോയിൻറ്റ് നേടാൻ പറ്റൂ, എന്നാൽ ലെവൽ 2-ൽ 10 നേടാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ലെവൽ 2 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലെവൽ 1 മുതൽ 5 ലെവലാണ് ഇതിലുള്ളത്. ലെവൽ 1-ൽ മാക്സിമം നിങ്ങൾക്ക് 5 പോയിൻറ്റ് കിട്ടും. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം 5 പോയിൻറ്റ് കിട്ടാൻ പറ്റുള്ളൂ. അതും അടുപ്പിച്ച് 3 ദിവസം നിങ്ങൾ 5 പോയിൻറ്റ് വെച്ച് നേടുകയാണെങ്കിൽ, നടന്നുകൊണ്ട് 5 പോയിൻറ്റ് നേടുകയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് 3-ാം ദിവസം ലെവൽ 2-ലേക്ക് അപ്ഗ്രേഡ് ആവും. അതേ ദിവസം തന്നെ നിങ്ങൾക്ക് 10 പോയിൻറ്റ് വരെ നേടാനുള്ള അവസരമുണ്ട്. അടുപ്പിച്ച് 3 ദിവസം 10 പോയിൻറ്റ് നേടിയാൽ മാത്രമേ നിങ്ങൾ ലെവൽ 3-ലേക്ക് എത്തൂ. അതുപോലെ ലെവൽ 4, ലെവൽ 5 ആണ് മാക്സിമം. 30 പോയിൻറ്റ്സാണ് ലെവൽ 5-ൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ലെവൽ 2-ൽ ഞാൻ എത്തി നിൽക്കുന്നത്. നടുവിലൊരു 5-ൻ്റെ മുകളിൽ ടിക്കുണ്ട്. ആ ടിക്ക് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മിനിമം 5 പോയിൻ്റെങ്കിലും നേടിയാൽ മാത്രമേ നിങ്ങൾ ഡൗൺ ഗ്രേഡ് ആവാതെ. ഡൗൺ ഗ്രേഡ് എന്ന് പറയുന്നത് ലെവൽ 2-ൽ നിന്ന് ലെവൽ 1-ലേക്ക് താഴാതിരിക്കുക. അടുപ്പിച്ച് ഇപ്പോൾ നിങ്ങൾ 3 ദിവസം മിനിമമായ 5 പോയിൻറ്റ് നേടിയില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ലെവൽ 1-ലേക്ക് താഴുന്നതാണ്. ഞാൻ മാക്സിമം ലെവൽ 4 വരെ എത്തിയതാണ്. ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് വന്നപ്പോൾ ഞാൻ താഴ്ന്ന് ലെവൽ 2 വരെ എത്തി. നിങ്ങൾ ലെവൽ മാക്സിമം കയറി പോകാൻ ശ്രമിക്കുക. ആ ലെവലിൽ നിന്ന് ഡൗൺ ഗ്രേഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി മിനിമമായ പോയിൻറ്റ്സ് നേടുക. അപ്പോൾ ലെവൽ 3-ലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ മിനിമമായിട്ട് 10 പോയിൻ്റെങ്കിലും നേടാൻ ശ്രമിക്കുക. 3 ദിവസത്തിൽ ഒന്നെങ്കിലും ഒരു തവണയെങ്കിലും 10 പോയിൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡൗൺ ഗ്രേഡ് ആവുകയില്ല. പിന്നെ അതിനുശേഷം ഇന്നത്ര ഡിസ്റ്റൻസ് കടന്നു. ഇത് നിങ്ങൾക്ക് ഓരോ ദിവസവും ട്രാക്ക് ചെയ്യാം. ഇന്നലെ ഞാൻ ഓരോ മണിക്കൂറും എത്ര സ്റ്റെപ്സ് നടന്നു, എത്ര കിലോമീറ്ററാണ് ഏകദേശം പോയത്. 5-ാം തീയതി ഇപ്പോൾ വീക്ക് വൈസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ നോക്കാം, മന്ത് വൈസ് നോക്കാം. എല്ലാം ഇതിൽ ഡാറ്റയുണ്ട്. ഇതേ സെയിമാണ് കാലറീസിനും. ഓരോ ദിവസം നിങ്ങൾ എത്ര കാലറി ബേൺ ചെയ്തു, ഓരോ മണിക്കൂർ നിങ്ങൾ എത്ര കാലറീസ് ബേൺ ചെയ്തു, വീക്ക് വൈസ് ഉണ്ട്, മന്ത് വൈസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ് ഡാറ്റ. ഞാൻ ഇതുവരെ 2500 പോയിൻറ്റ്സാണ് നേടിയിരിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓരോ ദിവസം എത്ര പോയിൻറ്റ്സ് നേടിയെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. ഇനി ഡെയിലി റിവാർഡ്സിൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പുതിയത് രജിസ്റ്റർ ചെയ്ത ഫോണിൽ ആഡൊന്നും വന്നില്ല. മിക്കവാറും എൻ്റെ ഇതിൽ ഓൾറെഡി 2 പോയിൻറ്റ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. ഇത് 3-ാമത്തെ പോയിൻ്റ് ആക്ടിവേറ്റ് കിടക്കണം. ഗെറ്റ് റിവാർഡ് കൊടുത്ത് നമുക്ക് കാണാം. ഒരു ആഡ് ഉണ്ട്, ഏകദേശം 30 സെക്കൻഡാണ് ഈ ആഡ് കാണുന്നത്. മുകളിൽ കാണിക്കും എത്ര സെക്കൻഡ് നമ്മൾ കണ്ടാലാണ് ഈ പോയിൻ്റ് ആക്ടിവേറ്റ് ആവുക. അതായത് നമ്മുടെ വാലറ്റിലേക്ക് വരിക, അതായത് SSG വാലറ്റിലേക്ക് വരിക. സോ 18 സെക്കൻഡ് നേരത്തേക്ക് ഏകദേശം 16 സെക്കൻഡ് കൂടി ഉള്ളൂ. ഇതേപോലെ പല ആഡ്, ചില ദിവസം 30 സെക്കൻഡുള്ള ആഡായിരിക്കും, ചില ദിവസം 5 ആയിരിക്കും, ചില ദിവസം ആഡ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ചിലത് ഒരു ദിവസം ഒരു ഇമേജ് മാത്രമായിരിക്കും. 5 സെക്കൻഡ് അത് കണ്ടു കഴിഞ്ഞാൽ അത് വേഗം. പക്ഷേ മിക്കതും 30 ഫുൾ ആഡുകളായിരിക്കും. 30 സെക്കൻഡ് കാണാം, മാക്സിമം 30 ആയിരിക്കും. ഇത് ആഡ് കഴിഞ്ഞു. ഇനി ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ അതെൻ്റെ അക്കൗണ്ടിലേക്ക് ആഡായി. ഇനി അടുത്തത് 15 മിനിറ്റ് കഴിയുമ്പോൾ ഈ 4-ാമത്തെ പോയിൻറ്റും എനിക്ക് ആക്ടിവേറ്റ് ആവും. അപ്പോൾ അത് എനിക്ക് എടുക്കാൻ പറ്റും. ഇനി അടുത്തത് 2-ാമത്തെ ടാബിലേക്ക് നമുക്ക് കിടക്കാം, ഫ്രണ്ട്സ്. ഇതൊക്കെ മിക്കതും ഞാൻ ഇൻവൈറ്റ് ചെയ്ത ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാൻ അവരെ ഫോളോ ചെയ്ത്, പിന്നെ ഇത് ഓൾറെഡി മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സിലുള്ളവരെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണിക്കുക. അവരെ ഫോളോ ചെയ്യാം. അവർ എത്ര പോയിൻറ്റ്സ് നേടി, എത്ര ദൂരം നടന്നു,
നിങ്ങൾ തമ്മിലൊരു ഫ്രണ്ട്ലി ചാലഞ്ചസ് ഒക്കെ നടത്താം. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വേഴ്സസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് തമാശയ്ക്ക് വേണ്ടി കോമ്പറ്റീഷൻസ് വയ്ക്കാം. അതായത് ഇത് ലാസ്റ്റ് വീക്ക് ഞാൻ തേർഡാണ്. അപ്പോൾ ഞാൻ തേർഡാണ്. ഫസ്റ്റ് വിഘ്നേഷ് എന്ന് പറഞ്ഞ ആളാണ്, സെക്കൻഡ് ശ്രീനു, തേർഡ് ഞാൻ. ഈച്ച് വീക്ക് മൺഡേ ടു നെക്സ്റ്റ് സൺഡേ നൈറ്റ് വരെയാണ് ആ ടൈം. അപ്പോൾ അതിനുള്ളിൽ ആദ്യത്തെ 10 പേരെയാണ് അവർ കാണിക്കുന്നത്. ഇന്നിപ്പോൾ മൺഡേ സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് ഞാനായിരിക്കും ഫസ്റ്റ്. ഇപ്പോൾ നാളത്തേക്കാണ് കറക്റ്റായിട്ട് എല്ലാം ഡീറ്റെയിൽസ് അറിയാം. പിന്നെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാവരുടെയും ഓരോരുത്തരുടെ അപ്ഗ്രേഡ് ഡൗൺഗ്രേഡ് ലെവൽസൊക്കെ കാണിക്കും. ഓവർവ്യൂ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഫ്രണ്ട്സിൻ്റെ ഇതൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്ത ഫ്രണ്ട്സാണ് കംപ്ലീറ്റ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും ഇൻവൈറ്റ് ചെയ്ത് ആരൊക്കെയാണ് എനിക്ക് പോയിൻറ്റ്സ്. സോ ഇവരൊന്നും 5000 സ്റ്റെപ്സ് നടക്കാത്തതുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല. അവർ നടക്കുന്നില്ലെങ്കിൽ ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നതാണ്. ഇവരെയൊക്കെ ഞാൻ നോട്ടിഫൈ ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് 1000 സ്റ്റെപ്സ് നടന്നിട്ടുള്ള അവർ 1000 സ്റ്റെപ്പ് നടന്നാലും എനിക്കത് കിട്ടിയവരുടെയൊക്കെ ഞാൻ റിവാർഡ്സ് ക്ലെയിം ചെയ്തു. ഫ്രണ്ട് 5000 സ്റ്റെപ്സ് നടന്നുകൊണ്ട് ഞാൻ ഈ ഗെറ്റ് റിവാർഡ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഹോം എടുത്തു കഴിഞ്ഞാൽ 2504 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഗെറ്റ് റിവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ 5 പോയിൻറ്റ്സ് ഹസ് ബീൻ ആഡ് ടു യുവർ അക്കൗണ്ട്. 5 പോയിൻ്റ് ആഡായി. ഇതേപോലെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്താൽ മാത്രം പോരാ, അവർ 1000 സ്റ്റെപ്സ് നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് 5 പോയിൻറ്റ്സ് കിട്ടുകയുള്ളൂ. ഫ്രണ്ട്സ് ബസാറിലേക്ക് പോവാം. സോ ആക്ച്വലി നമ്മൾ ഹോമിൽ നിന്ന് ഡെയിലി റിവാർഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നത് ബസാറിലേക്കാണ്. ബസാറിൻ്റെ ഏറ്റവും അടിയിലാണ് ഡെയിലി റിവാർഡ്സ് കിടക്കുന്നത്. ബസാറിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പുതിയ ഓഫേഴ്സ് ഉള്ളത് ഓരോ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഡിസ്കൗണ്ട് വൗച്ചേഴ്സാണ് കൂടുതലുള്ളത്. പിന്നെ ലീഫ് എന്ന ബ്രാൻഡിൻ്റെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. 5999 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് മേടിക്കാവുന്നതാണ്. SSG നിന്ന് സ്റ്റെപ്പ് ഗോ എന്ന ആപ്പിൽ നിന്ന് ഡയറക്റ്റ്ലി. സിൽവർ ജ്വല്ലറിയുടെ വൗച്ചറുകളുണ്ട്, ഡ്രസ് വൗച്ചേഴ്സ് ഉണ്ട്, ഷാംപൂ, ബോഡി ക്രീം, അതിൻ്റെ എല്ലാം വൗച്ചേഴ്സ്, ഡാറ്റ കേബിൾ വാങ്ങാനുള്ള ഓഫർ കോഡ്സ്, ടീഷർട്ട്സ്, ജിം മെമ്പർഷിപ്പുകൾ, യോഗ മെമ്പർഷിപ്പുകൾ, ബ്ലൂടൂത്ത് സ്പീക്കർ. ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു 4999 ഈ ബ്ലൂടൂത്ത് സ്പീക്കർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഹോട്ടലിൻ്റെ സ്റ്റേ, ക്യാമ്പിങ്ങിൻ്റെ ഫ്രീ സ്റ്റേ. അത് ഓരോരുത്തർ എപ്പോഴും ഒരു റിവാർഡ്സ് ക്ലെയിം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിക്കുന്നത് നല്ലതാണ്. ഇത് മുംബൈ ആൻഡ് പൂനെയിൽ മാത്രമാണ് അപ്ലിക്കബിൾ ഉള്ളൂ. പിന്നെ കുറേ ആപ്പുകളുടെ ഡിസ്കൗണ്ട് വൗച്ചേഴ്സ്, കൂൾ വിങ്സ്, ടീഷർട്ട്സ്, പിന്നെ ഫിറ്റ്ബിറ്റ് വേണമെന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും എക്സ്പെൻസീവ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞത് iPhone XR ആണ്. ഏകദേശം 14,999 കോയിൻസാണ് നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് നേടാൻ വേണ്ടത്. കുറച്ച് നാൾ മുമ്പ് ഒരു ആമസോണിൻ്റെ വൗച്ചേഴ്സ് ഉണ്ടായിരുന്നു 2000-3000 രൂപയുടെ. അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഇത് വീണ്ടും സ്റ്റോക്ക് വരും. അത് ഓരോ മാസത്തിൽ ഈ ഒരു സമയത്ത് വരാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞത് മെയിനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 3.5 മാസം മുമ്പാണ്. 3.5 മാസം കൊണ്ട് എനിക്ക് ഏകദേശം ഇത്ര പോയിൻറ്റ്സ് കിട്ടുള്ളൂ. ഇതിൽ കാണിച്ചിരിക്കുന്നത് ഇത് വളരെ മുമ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ അവഞ്ചർ ബൈക്ക് ഉണ്ടായിരുന്നു, ഇതായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. അത് ഓൾറെഡി 3 പേര് എടുത്തു കഴിഞ്ഞു, ഫ്രീ ആയിട്ട് അവർക്ക് കിട്ടി. സോ 8999 പോയിൻ്റ് ആയിരുന്നു അന്ന് അവഞ്ചർ ബൈക്കിന് വേണ്ടി. ഒരു 272 ദിവസം കൊണ്ട് ആണ് ദിനേശ് അമ്പോൽക്കർ എന്ന് പറഞ്ഞ ആൾ ആ ബൈക്ക് നേടിയത്. മാക്സിമം 279 ദിവസത്തിന് മുകളിലാണ്. സോ അവരുടെ അക്കൗണ്ട്സ് ഫോളോ ചെയ്യണമെങ്കിൽ @Dinesh1302 അടിച്ച ദിനേശ് അമ്പോൽക്കറെ നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. അതേപോലെ എന്നെ ഫോളോ ചെയ്യുന്ന @VDAS1989 അത് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ ഇതാണ് ബസാർ. അറീനയിൽ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ഏതൊക്കെയാണ് എക്സ്ട്രാ ഇതുള്ളത്. ഞാൻ എൻ്റെ 7 days ചാലഞ്ച് ഞാൻ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 6 ദിവസത്തിനുള്ളിൽ പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം 25 പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. 20 പോയിൻറ്റ്സാണ് ഇതുള്ളത്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാൽ, അതായത് എൻ്റെ പേര്, യൂസർ നെയിം VDAS1981 എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. ഞാൻ എത്ര പേരെ ഫോളോ ചെയ്യുന്നുണ്ട്, ആരൊക്കെയാണ് എൻ്റെ ഫോളോവേഴ്സ്, ഞാൻ ഏത് ലെവലിൽ നിൽക്കുന്നത്, പിന്നെ എത്ര സ്റ്റെപ്സ് ഞാൻ ഇതേവരെ നടന്നു, അതായത് ആപ്പ് ഉപയോഗിച്ചതിന് ശേഷം എത്ര സ്റ്റെപ്സ് നടന്നു. 1.15 മില്യൺ സ്റ്റെപ്സാണ് ഞാൻ ഇതുവരെ നടന്നത്. 7845 സ്റ്റെപ്സാണ് ഞാൻ ആവറേജ് ഡെയിലി നടക്കുന്നത്. പിന്നെ ഇതുവരേക്കും ഞാൻ 2509 കോയിൻസാണ് ഞാൻ ഇതുവരെ നേടിയിരിക്കുന്നത്. 13 കോയിൻസാണ് ഞാൻ ആവറേജ് നേടുന്നത്. പിന്നെ കാണുന്നത് മൺഡേ. അപ്പോൾ ഈ അടിയിൽ ഇത് കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ലാസ്റ്റ് 7 ദിവസം നിങ്ങൾ ഫുൾ പോയിൻറ്റ്സ് എടുത്തോ, അതോ നിങ്ങൾ മിനിമം പോയിൻറ്റ്സ് എടുത്തോ, അതോ നിങ്ങൾ മിനിമം പോയിൻറ്റ്സ് എടുത്തില്ല. സ്റ്റാർ എന്ന് വരുന്നത് നിങ്ങൾ ആ ദിവസം ഫുൾ പോയിൻറ്റ്, അതായത് ഇപ്പോൾ ഞാൻ ലെവൽ 2 ആയതുകൊണ്ട് 10 പോയിൻറ്റ്സ് എടുത്തു എന്നർത്ഥം. ഈ എക്സ്ക്ലമേഷൻ മാർക്കിന് ഞാൻ മിനിമമായ 5 പോലും എടുത്തില്ല എന്നർത്ഥം. ടിക്കിനർത്ഥം ഞാൻ മിനിമമായ 5 പോയിൻറ്റ് എടുത്തു. അപ്പോൾ അടുപ്പിച്ച് 3 സ്റ്റാർ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ആവുകയും അടുപ്പിച്ച് 3 എക്സ്ക്ലമേഷൻ മാർക്കാണെങ്കിൽ നിങ്ങൾ ഡൗൺ ഗ്രേഡ് ആവുകയാണ് ചെയ്യുന്നത്.
സോ ഇതല്ലാതെ ടിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ആ ലെവൽ തന്നെ കണ്ടിന്യൂ ചെയ്യും മിനിമം ഇത് വെച്ചിട്ട്. സോ ഇതുവരേക്ക് ഞാനൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഓഫർ ഇതുപോലെ ഞാൻ വിചാരിക്കുന്നു. കുറച്ച് പ്ലാൻ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുറച്ച് നല്ല പോയിൻറ്റ്സ് നേടി കഴിഞ്ഞാൽ കുറച്ച് നല്ല വൗച്ചേഴ്സ് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഒരു മാസം നിങ്ങൾ 100 പേര് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 500 പോയിൻറ്റ് കിട്ടും. അതിനുശേഷം വരുന്ന ഓരോ റെഫറിലും ആ ഒരു മാസത്തിൽ കൗണ്ട് ചെയ്യുന്നതല്ല. ഇപ്പോൾ ജനുവരി 1 തൊട്ട് 10 നിങ്ങൾ 100 പേര് റെഫർ ചെയ്തെങ്കിൽ അതിനുശേഷം 30-ാം തീയതി റെഫർ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. പിന്നെ ഫെബ്രുവരി 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ റെഫർ ചെയ്ത് പോയിൻറ്റ്സ് കൂടുതൽ നേടാൻ സാധിക്കും. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡൗൺലോഡ് ലിങ്ക് ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പോരാതെ എന്നെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോളോ കോഡ് ഞാൻ കൊടുക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തന്നിരിക്കും. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. എങ്കിൽ പ്ലീസ് ലൈക്ക്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഇത് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള പുതിയ ആപ്ലിക്കേഷൻസുമായി ഞാൻ തിരിച്ചു വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷനും ടേൺ ഓൺ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.